പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ പോലീസ് അഡ്മിനിസ്ട്രേഷൻ ഹെഡ്ക്വാർട്ടേഴ്സിലെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ADGP ആയിട്ടുള്ള ശ്രീമാൻ എസ് ശ്രീജിത്ത് IPS ഫെബ്രുവരി തുടക്ക ആഴ്ചയിൽ ഒരു വിദേശ യാത്രയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനുവരി അവസാനം മറ്റുമാണ് അദ്ദേഹം പോയത്. 3-4 ദിവസം അദ്ദേഹം അബുദാബിയിലായിരുന്നു. സുഹൃത്തുക്കളെ, അദ്ദേഹം അബുദാബിയിലായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു നവ ആയുർവേദിക് മെഡിക്കൽ സെന്റർ എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ചടങ്ങുകളിലും പങ്കെടുത്തു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ നവ ആയുർവേദിക് മെഡിക്കൽ സെന്റർ എന്ന് പറയുന്നത് ഒരു ആയുർവേദ സ്പാ ആണ്. സ്പാ എന്താണെന്ന് പ്രേക്ഷകർക്കറിയാം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് ADGP ആയിട്ടുള്ള ശ്രീമാൻ എസ് ശ്രീജിത്ത് അബുദാബിയിൽ എത്തിയത്. സുഹൃത്തുക്കളെ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ നവ ആയുർവേദിക് മെഡിക്കൽ സെന്ററുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഈ നവ ആയുർവേദ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകൾ വഴി അവർ നൽകിയിട്ടുള്ള പ്രചരണ പോസ്റ്ററുകൾ, വീഡിയോകൾ, അതിലൊക്കെ തന്നെ ഈ ADGP ശ്രീജിത്തിന്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക യൂണിഫോമിലാണ്. അതിൻ്റെ ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ പുറകിൽ കാണുന്നത്. അപ്പോൾ ADGP എസ് ശ്രീജിത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അബുദാബിയിൽ വെച്ച് പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ആ സ്വകാര്യ സ്ഥാപനം പരസ്യപ്രചരണത്തിനായി നൽകിയിട്ടുള്ള പോസ്റ്ററുകളിലൊക്കെ ഈ ADGP തൻ്റെ ഔദ്യോഗിക വേഷത്തിൽ പങ്കെടുത്തു എന്നത് അതീവ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമല്ലേ സുഹൃത്തുക്കളെ? അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളുടെ ചീഫ് ഗസ്റ്റായി കേരളത്തിലെ ADGP ആയിട്ടുള്ള എസ് ശ്രീജിത്ത് പങ്കെടുക്കുന്നു എന്നുള്ള പ്രചരണം നടത്തിയിട്ടാണ് ആ സ്വകാര്യ ആയുർവേദിക് സ്പാ ആളുകളെ ഈ പരിപാടിയിലേക്ക് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ നവ ആയുർവേദിക് മെഡിക്കൽ സെന്റർ എന്ന സ്ഥാപനത്തിൻ്റെ പരസ്യ പ്രചാരകനായി കേരളത്തിലെ പോലീസ് സേനയിലെ 2ാം സ്ഥാനം വഹിക്കുന്ന ADGP എസ് ശ്രീജിത്ത് പങ്കെടുത്തു എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ? അബുദാബിയിലെത്തിയ എസ് ശ്രീജിത്തിനെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങളാണ് അതിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് നിങ്ങൾ പുറകിൽ കാണുന്നതിൻ്റെ വീഡിയോകൾ പിന്നീട് അപ്രത്യക്ഷമായെങ്കിലും ആ വീഡിയോകളൊക്കെ നമ്മുടെ കൈവശമുണ്ട്. ആ വീഡിയോകൾ കൊടുത്താൽ അത് കോപ്പിറൈറ്റ് വയലേഷൻ ആകും എന്നുള്ളത് കൊണ്ടാണ് അതിൽ നിന്നുള്ള സ്ക്രീൻഷോട്ട് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ സ്ക്രീൻഷോട്ടിൽ വളരെ കൃത്യമായി തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടുകൂടിയൊക്കെ തന്നെ ഈ ശ്രീജിത്ത് അബുദാബിയിൽ വന്ന് ഇറങ്ങുന്നതും വലിയ 10,000-കണക്കിന് വിലയുള്ള കൂളിംഗ് ഗ്ലാസും വേഷവിധാനങ്ങളും ഒക്കെ അവിടെ വന്ന് ഇറങ്ങുന്നതും ഇറങ്ങുന്ന ഈ ADGPയെ ഈ നവ ആയുർവേദിക് മെഡിക്കൽ സെന്ററിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളുണ്ട്. ആ വീഡിയോകൾ എൻ്റെ കൈവശം ഡൗൺലോഡ് ചെയ്ത് എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ ചടങ്ങിൽ ശ്രീജിത്തിനോടൊപ്പം ഒരു പ്രമുഖ മലയാള സിനിമാ നടി ഇനിയ എന്ന് പറയുന്നൊരു സിനിമാ നടി ഇതിനകത്തുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അവർ ജനുവരി 31 നവ ആയുർവേദ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടൊരു പോസ്റ്റിൽ താൻ അബുദാബിയിലെത്തിയും തന്നോടൊപ്പം ഈ ചടങ്ങിൽ ചീഫ് ഗസ്റ്റായി പങ്കെടുക്കാൻ കേരളത്തിലെ ഒഫീഷ്യൽസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് എന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീജിത്ത് അവിടെ എത്തി എന്നുള്ളതിൻ്റെ വേറൊരു തെളിവാണല്ലോ ഇത്. അപ്പോൾ നടി ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആളുകളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഇത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമല്ലേ സുഹൃത്തുക്കളെ? ഇത്
ഈ ഇനിയയുടെ വീഡിയോ പിന്നീട് ഡൗൺലോഡ് ചെയ്തെങ്കിലും അത് ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ ഡിലീറ്റ് ചെയ്തെങ്കിലും അത് അപ്ലോഡ് ചെയ്ത് പിന്നെ എൻ്റെ കൈവശം ഇപ്പോഴും ഉണ്ട്. അപ്പം ഇതിലൂടെ എന്താണ് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ADGP എന്ന് പറഞ്ഞാൽ ചെറിയ ആളാണോ? DGPയുടെ നേരെ താഴെയുള്ള കേരളത്തിലെ പോലീസ് സേനയിലെ ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തിയുണ്ട് എന്ന് പറയപ്പെടുന്ന ADGP ആയിട്ടുള്ള ശ്രീജിത്ത് അയാൾ വിദേശത്ത് ചെന്ന് ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിൽ അയാൾ പങ്കെടുത്തിരിക്കുന്നു. ആ സ്വകാര്യ സ്ഥാപനമാകട്ടെ അയാളുടെ ഔദ്യോഗിക വേഷത്തിൽ അവർ പരസ്യ പ്രചരണം നടത്തി ആളെ കൂട്ടുന്നു. അയാൾ ഉൾപ്പെടെയുള്ള പിന്നെ സർക്കാർ ഗവൺമെന്റിലെ ഉന്നതർ തങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഒരു പിന്നെ സിനിമാ നടി ഇതിൻ്റെ പരസ്യ പ്രചാരവുമായി ബന്ധപ്പെട്ട് പറയുന്നു. ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമല്ലേ സുഹൃത്തുക്കളെ? ഇത് ഈ ADGPക്ക് പിന്നെ അവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആരാണ് അനുവാദം നൽകിയത് എന്നുള്ളത് പ്രധാനമല്ലേ? കേരളത്തിലെ പോലീസ് സേനയിലെ 2ാം സ്ഥാനക്കാരന് ഒരു വിദേശ രാജ്യത്ത് ചെന്ന് ആ വിദേശ രാജ്യത്ത് ഒരു സ്വകാര്യ സ്ഥാപനം നടത്തുന്ന ഒരു സ്വകാര്യ സംരംഭത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അയാൾക്ക് പങ്കെടുക്കാൻ എങ്ങനെയാണ് കഴിയുക? അത് 1968 ഈ IPS ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ കോൺട്രാക്ട് റൂൾസിന് നഗ്നമായി ലംഘിക്കുന്ന നടപടിക്രമമല്ലേ ഇയാൾ അവിടെ നടത്തിയിട്ടുള്ളത്? സ്വാഭാവികമായും ഇതിനെ നമുക്കങ്ങനെ ലളിതമായി കാണാൻ കഴിയുമോ? ഇത് വളരെ ഇൻഅഡ്വർട്ടൻ്റായി വളരെ ആകസ്മികമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ വിളിച്ചു, അയാൾ അതിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു പോകുന്നു എന്നുള്ളതാണോ? ഈ ദുരൂഹമായിട്ടുള്ള വിവാദമായിട്ടുള്ള ഒട്ടേറെ പശ്ചാത്തലങ്ങൾ ഇതിനു മുമ്പുമുള്ള ഈ ഉദ്യോഗസ്ഥന് ഈ സ്വകാര്യ സ്ഥാപനമായിട്ടുള്ള ബന്ധം എന്താണ്? വെറുതെ അവരെ വിളിച്ച് ഉദ്ഘാടനത്തിന് കൊണ്ടുപോയതാണോ? അതോ ഇയാളുമായി ഇവർക്ക് എന്തെങ്കിലും മറ്റു തരത്തിലുള്ള ബന്ധമുണ്ടോ? ഈ സ്വകാര്യ സ്ഥാപനവുമായി ഇയാൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ പരിശോധിക്കണ്ടേ സുഹൃത്തുക്കളെ? പരിശോധിക്കണ്ടേ? അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെവിടെയൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ പുറത്ത് പറയുന്നില്ല. മുഴുവൻ വിശദാംശങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും വെച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് വിശദമായി ഒരു അന്വേഷണം നടത്തണം എന്ന് ഞാൻ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളോട് ഞാൻ ആവശ്യപ്പെടാൻ പോവുകയാണ്. എനിക്ക് അവസാനമായി പറയാൻ കഴിയുന്ന പറയാനുള്ളൊരു കാര്യം, ഇതുപോലെ കേരളത്തിൽ നിന്നൊരു ADGP അബുദാബിയിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പോയി പങ്കെടുത്തു എന്നത് നഗ്നമായിട്ടുള്ള നിയമലംഘനമാണെന്നിരിക്കെ കേരളത്തിലെ ഒരു മാധ്യമ പുങ്കവന്മാരും ഒരച്ചടി മാധ്യമക്കാരും ഒരു ദൃശ്യമാധ്യമക്കാരും ഒന്നും ഇത് കണ്ടില്ല എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാണാൻ കഴിയുമോ സുഹൃത്തുക്കളെ? ഇല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇതിനു മുമ്പും ഈ ഉദ്യോഗസ്ഥൻ ഒട്ടനവധി നിയമലംഘന പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴും അപ്പോഴൊക്കെ വായും കണ്ണും മൂക്കും പൊത്തി 3 കുരങ്ങന്മാരെ പോലെ ആയിരുന്നു ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഇരുന്നത് എന്നുള്ളതിന് നമുക്ക് എന്തുമാത്രം തെളിവാണുള്ളത് സുഹൃത്തുക്കളെ? ഇപ്പം ഞാൻ തന്നെ 2025 തുടക്കത്തിൽ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ശബരിമലയിൽ സ്പെഷ്യൽ ഓഫീസറായിട്ടിരിക്കെ ശബരിമല പെരുങ്കൊള്ള കേസിൽ 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് നിൽക്കുന്നതിൻ്റെ വീഡിയോയും അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതും കണ്ടെന്ന് നടിച്ചിട്ടില്ല ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ. അതിനുശേഷം ഇയാളുടെ അനുവാദത്തോടുകൂടി ഒരുത്തൻ ശബരിമലയിലെ മകരവിളക്കിൻ്റെ ദിവസം അവിടെ അനധികൃതമായി ഷൂട്ടിംഗ് നടത്തി എന്നും പറഞ്ഞിട്ടുള്ള വിവരം വന്ന് ഞാനത് ദേവസ്വം ബോർഡിന് പരാതി കൊടുത്തതാണ്. അതിനും അനധികൃതമായി അനുവാദം കൊടുത്ത ഇയാൾക്കായിരുന്നു. അതും അവിടെ ഇവിടെയൊക്കെ ചില മാധ്യമങ്ങൾ ഒന്ന് പറഞ്ഞിട്ടങ്ങ് പോയി എന്നുള്ളതല്ലാതെ അവർ പിന്നീട് അത് തൊട്ടിട്ടില്ല. ഇപ്പോൾ ഇതാ കോൺട്രാക്ട് റൂൾസ്, IPS ഉദ്യോഗസ്ഥന്മാരുടെ കോൺട്രാക്ട് റൂൾസ് നഗ്നമായി ലംഘിച്ചുകൊണ്ട് ഈ ADGP ശ്രീജിത്ത് വിദേശത്ത് പോയി ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നു. അതും ഒരു മാധ്യമ പുങ്കവന്മാരും കണ്ടിട്ടില്ല.
അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിരന്തരമായി കാണാതിരിക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് വല്ല കൈമടക്കും ഈ ഇവിടുത്തെ ദൃശ്യമാധ്യമ പ്രവർത്തകരൊക്കെ, ഞാൻ പലതവണ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല, അവരൊക്കെ മേടിക്കുന്നുണ്ടോ എന്നുള്ള സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ വളരെ ഗൗരവമായി അത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത്, ഇയാൾ കാണിച്ചിട്ടുള്ള ഈ നിയമവിരുദ്ധ പ്രവർത്തനം അത് ഗൗരവമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതികൾ ഞാൻ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അതിൻ്റെ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ സമർപ്പിക്കാൻ പോവുകയാണ്. അവരെന്താണത് ചെയ്യുന്നത് എന്ന് ഞാൻ നോക്കിയിരിക്കുകയാണ്. അവർ മറ്റു കാര്യങ്ങളിലെ പോലെ ഈ കാര്യത്തിൽ നിശബ്ദമായിട്ട് അവരെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പ്രത്യക്ഷ സമരമുറകളിലേക്ക് ഞാൻ മാറാൻ നിർബന്ധിതനാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ ADGP ആയിട്ടുള്ള ശ്രീജിത്ത് അബുദാബിയിൽ ചെന്ന് ഈ നാവ ആയുർവേദിക് മെഡിക്കൽ സെന്റർ സ്പാ അതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം അടിയന്തരമായി നടത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇയാൾ അവരുമായി എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നുള്ള നിലയിലുള്ള ഉൾപ്പെടെയുള്ള അന്വേഷണത്തിനും ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ തയ്യാറാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിലും ഇയാളെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ പ്രത്യക്ഷ സമരമുറകളിലേക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ കടക്കേണ്ടി വരും എന്നുള്ള ഒരു വിവരവും കൂടി ഞാൻ എൻ്റെ പ്രേക്ഷകരെയും ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളെയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.